ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ രേവതിക്ക് വലിയൊരു ഓർഡർ കിട്ടിയതുകൊണ്ട് തന്നെ കുറച്ച് പണം കയ്യിൽ വരുന്നുണ്ട്. ആ പണം വെച്ചിട്ട് സച്ചി ഇപ്പോൾ ഓട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. സച്ചിക്ക് വേണ്ടിയിട്ട് ഒരു കാർ മേടിച്ചു കൊടുക്കാന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് മഹേഷിന്റെ കൂടെ പോയിട്ട് കാറൊക്കെ നോക്കി വെക്കുന്നുണ്ട്. ആ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റായിട്ടും കൊടുത്തേക്കാം കേട്ടോ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. ദേവ് പറഞ്ഞത് പ്രകാരം ഒരു പലിശയ്ക്ക് കൊടുക്കുന്ന ആള് രേവതിയുടെ കട കാണാൻ വേണ്ടിയിട്ട് രേവതിയുടെ വീടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് മോളിന്ന് കണ്ടുകൊണ്ട് ചന്ദ്രമതി താഴേക്ക് ഇറങ്ങി വരികയാണേ. നിങ്ങളാണ് ആരാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് പറയുന്നുണ്ട് കേട്ടോ. പേര് പറഞ്ഞ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ അത്രയും വലിയ ആളാണോ എന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുമ്പോൾ ആരാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പേരല്ലാതെ പിന്നെ വേറെന്താ പറയാൻ വേണ്ടി പറ്റുക? എന്റെ വീടിന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണോ നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യുന്നത്? നിങ്ങൾ എന്താ എന്റെ വീടിന്റെ മുമ്പിൽ ചുറ്റിക്കറങ്ങുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ കട നോക്കാൻ വേണ്ടി വന്നതാണ്. അത് നോക്കാൻ മാത്രം ഇതെന്താ വലിയ എന്തെങ്കിലും മാളികയേറ്റാണോ എന്ന് ചോദിക്കുകയാണേ. നിങ്ങൾ ഇത്രയും ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. അല്ല, നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രമതി ചന്ദ്ര എന്ന് പറയാണേ. ചന്ദ്രമതി ഫ്ലവർ ഷോപ്പ് എന്നാണല്ലോ പേര്. അപ്പോ നിങ്ങളാണല്ലേ ഈ ചന്ദ്രമതി? പിന്നെ ഇത് വലിയ പെരുമപ്പെടുന്ന കാര്യമാണല്ലോ. നമ്മുടെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിലുള്ള ആ സ്ഥലം ചെന്നിട്ട് നോക്കാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ. അവിടെ ആ ബിൽഡിങ്ങിന്റെ മേലെ 2ാം നിലയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും വിജയ ബ്യൂട്ടി വേൾഡ് എന്ന്. അതാണ് എനിക്ക് പെരുമയുള്ള കാര്യം. ഇത് വലിയ പെരുമയായിട്ട് കാണുന്നു എന്നൊക്കെ പറയുമ്പോഴേക്ക് രേവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ആ ചേട്ടാ, നിങ്ങളല്ലേ അത്? ഇതാണോ കടോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ. അതേന്ന് രേവതി പറയുമ്പോ ദേവ് കാര്യങ്ങളെ കുറിച്ചിട്ടെല്ലാം പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. എനിക്ക് ഉടനെ കുറച്ച് പണം വേണമെന്ന് രേവതി പറയുമ്പോ ഉടനെ തന്നെ തരാന്ന് അദ്ദേഹം പറയാണേ. നിങ്ങളുടെ അമ്മയും എന്റെ കയ്യിൽ നിന്നാണ് കടം മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ പണ്ട് പലിശയ്ക്ക് കൊടുത്തിരിക്കുന്ന ആളൊന്നുമില്ല, ഇപ്പൊ മൊത്തം എന്റെ കയ്യിലാണെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞൊരു പേപ്പർ കാണിച്ചിട്ട് ഇതിനകത്ത് എല്ലാം എഴുതിയിട്ടുണ്ട്, നീ വായിച്ചിട്ട് സൈൻ ചെയ്യാൻ വേണ്ടി പറയാണ്. അങ്ങനെ രേവതി ഇത് വായിച്ചു നോക്കിയിട്ട് സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 20,000 രൂപയല്ലേ വേണ്ടെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേന്ന് രേവതി പറയുന്നുണ്ട്. ഇവരുടെ സംസാരമൊക്കെ ചന്ദ്രമതി കുറച്ച് മാറി നിന്നും കണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴല്ലേ ഇവള് വലിയ എന്തോ ഓർഡർ പിടിച്ചിട്ട് നിറയെ സമ്പാദിച്ചത്. ഇപ്പൊ എന്തിനായിരിക്കും കടം മേടിക്കുന്നത്? പോരാത്തതിന് മാസം മാസം കറക്റ്റ് പലിശ കിട്ടണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ ശരിയെന്ന് പറയുന്ന രേവതി അങ്ങനെ 20,000 രൂപ കൊടുക്കുന്ന സമയത്ത് ഒരുപാട് നന്ദി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എണ്ണയും കണ്ട് പൈസ പേഴ്സിനകത്ത് വെക്കുകയാണ് രേവതി. അപ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ടേക്ക് ഓടി വരുവാണ്. എന്താടി വഴി പോകുന്ന ആൾക്കാരൊക്കെ വീട് വന്ന് നോക്കുന്നത്? ഇത് നിന്റെ വീടാന്ന് പറഞ്ഞുകൊണ്ട് നീ പണം മേടിക്കുകയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതിന് അവര് വന്നിട്ട് വീടല്ലല്ലോ നോക്കിയത്, കടയല്ലേ എന്ന് ചോദിക്കുകയാണേ. പിന്നെ ഇത് വലിയ സ്വർണ്ണക്കടയല്ലേ, ഇത് കണ്ടിട്ട് കാശ് തരാൻ വേണ്ടിയിട്ട് അമ്മ പേടിക്കൊന്നും വേണ്ട. മറ്റുള്ളവരുടെ വീട് ഒരിക്കലും എന്റെ വീടാണെന്ന് ഞാൻ പറയില്ല. ഞങ്ങളുടെ വീട് തന്നെ ഞങ്ങൾ ഒരിക്കലും സ്വന്തം വീടാന്നുള്ള കാര്യം വിചാരിച്ചില്ല എന്ന് പറയുമ്പോൾ അതിന് നിന്റെ അമ്മ ഇരിക്കുന്നത് വാടക വീട്ടിലല്ലേ എന്നുള്ള കാര്യം ചോദിക്കണേ. ഞങ്ങളുടെ കഴിവിനനുസരിച്ചിട്ട് ഞങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്. നീയല്ലേ 500 മാലയൊക്കെ കേട്ടിട്ട് 1000 സമ്പാദിച്ചിരിക്കുന്നത്, അത് പോരെ നിനക്ക് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെ അമ്മേ, എനിക്ക് കുറച്ച് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് കടം മേടിച്ചെന്ന് പറയുമ്പോ അതിന് മാത്രം നിനക്ക് എന്താ ആവശ്യം? ഓൾറെഡി നീ നിന്റെ അമ്മയ്ക്ക് സമ്പാദിച്ചു കൊടുത്തു, എന്താ അവർക്കത് തികയുന്നില്ലേ? എന്റെ അമ്മ സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, ഓ അപ്പൊ ഞാൻ ഇവിടെ ഒരു പണിയും ചെയ്യാതെ ചുമ്മാ ഇരിക്കുക എന്നുള്ള കാര്യം നീ പറഞ്ഞു കാണിക്കുകയാണല്ലേ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ പൊതുവായിട്ട് പറഞ്ഞതാണെന്ന് രേവതി പറയുമ്പോഴേക്കും നീ പറയുന്നൊക്കെ ചന്ദ്രമതി. നിനക്ക് എന്താ ഇത്ര വലിയ ആവശ്യം എന്നുള്ള കാര്യം ചന്ദ്രമതി വീണ്ടും ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, അതല്ലേ അമ്മ ഞാൻ പറഞ്ഞത്. എന്തായാലും ആവശ്യം എന്താന്നുള്ള കാര്യം ഉടനെ തന്നെ നിങ്ങൾ എല്ലാവരും അറിയും. ഇപ്പൊ എനിക്ക് അർജന്റായിട്ടൊന്ന് പുറത്തു പോകണം. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കട എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും എന്താ ഞാനിവിടെ നിന്നുകൊണ്ട് മോളോ അളന്നു കൊടുക്കണോ എന്നുള്ള കാര്യം ചോദിക്കണേ. അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ ഇപ്പൊ വരുന്ന പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് രേവതി പോവാണേ. രേവതി പോകുമ്പോഴേക്കും രേവതി പറഞ്ഞ് വിളിക്കുന്നൊക്കെയാണ് കേട്ടോ. പക്ഷെ രേവതി തിരിഞ്ഞു നോക്കാണ്ട് അങ്ങ് പോവാ ചെയ്യുന്നത്. നീ തിരിച്ച് ഇങ്ങോട്ടനല്ലേ വരുന്നത്, നിന്നെ ഞാൻ ശരിയാക്കി തരാന്നുള്ള മട്ടിലൊക്കെ നിൽക്കുവാണ് ചന്ദ്രമതി. തുടർന്ന് പാർലറിൽ മീരയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാനുണ്ടോ ശ്രുതി? നീ എന്തിനാടി പിന്നെ ഈ പാർലർ വെച്ചുകൊണ്ട് നടക്കുന്നത്? നിനക്ക് രേവതിയെ പോലെ ഒരു പൂക്കട ആരംഭിച്ചൂടെ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ. നീ എന്താടി കളിയാക്കാണോ? ഒരു ദിവസം ലക്കിന് അങ്ങനെ ഒരു ഓർഡർ വന്നെന്ന് വിചാരിച്ചിട്ട് ദിവസം അതുപോലെ കിട്ടുമോ? ഒറ്റ ദിവസം കൊണ്ട് തന്നെ വീട് ഒരു പൂ മാർക്കറ്റായിട്ട് മാറ്റി. അവള് അത്രയും വലിയ ഓർഡറൊക്കെ പിടിച്ച് സമ്പാദിച്ചിട്ട് 1 രൂപയെങ്കിലും അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുമെന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അവൾ 1 രൂപ പോലും ആന്റിക്ക് കൊടുത്തില്ല. അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്കത് പ്രശ്നമായിട്ട് മാറിയേനെ. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോ വർഷയാണ് ആന്റി ഭയങ്കരമായിട്ട് ഗൗനിക്കുന്നത്. എന്തോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോക്കറ്റ് മണി കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് കുറച്ചെങ്കിലും മര്യാദയുണ്ട്. ഇപ്പോ രേവതി വന്നിട്ട് കാശ് കൊടുക്കാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇപ്പോൾ അവിടുന്ന് വീണ്ടും ഇറങ്ങി നിൽക്കേണ്ടി വരും. ഈ സർക്കസിലെ കുരങ്ങനെ കണ്ടിട്ടില്ലേ? ആരുടെ കയ്യിലാണോ വടിയുള്ളത്
എവിടെയാന്ന് വെച്ചാൽ കുരങ്ങ് അങ്ങോട്ടേക്ക് ചാടും. അതുപോലെയാണ് നിന്റെ അമ്മായിമ്മ. ആരുടെ കയ്യിലാണോ പണമുള്ളതെന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് ചാടി ചാടി മാറും. അവരെപ്പോഴും ഒരു മണി മൈൻഡഡ് ആണ്. അത് വെച്ചിട്ടാണ് ഞാൻ അവരെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെ. എത്ര നാൾ ഇങ്ങനെ നടക്കും എന്നുള്ള കാര്യം അറിയില്ല. ഓൾറെഡി ആ പേ ആണെന്നുണ്ടെങ്കിൽ പണം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് നീ പണം കൊടുത്തു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല, അവനും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവന്റെ ടോർച്ചർ സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതുപോലെ തന്നെ ഇപ്പൊ ബാങ്കുകാരാണെന്നുണ്ടെങ്കിൽ തേടി വന്നിട്ടുണ്ട്. സുധീന്റെ മുമ്പിൽ പോയി പെടുകയും ചെയ്തു. ഇനിയിപ്പോ ആ കാശും കൊടുക്കണം. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവരെങ്ങനെയാണ് നിന്റെ അരികിലേക്ക് വന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാന്, എന്റെ കഷ്ടകാലം. മുമ്പ് പറഞ്ഞ കള്ളത്തരങ്ങളെല്ലാം ഇപ്പോ എന്റെ നേർക്ക് തിരിച്ചടിക്കാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. ഇപ്പൊ എപ്പോഴാ ഞാൻ പിടിക്കപ്പെടുക എന്നുള്ള കാര്യം ആലോചിക്കുമ്പോഴേ എനിക്ക് പേടിയൊക്കെ തോന്നുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് നിൽക്കുവാണ് ശ്രുതി. അങ്ങനെ അവരുള്ളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പുറത്ത് റിസപ്ഷനിലാണെന്നുണ്ടെങ്കിൽ ശ്രുതി വന്നിട്ട് ശ്രുതിയെ കാണുന്ന അവിടുത്തെ സ്റ്റാഫിന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് കേട്ടോ. സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിൽ മാഡത്തിന്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ മീര പറയണേ, എന്റെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ, വീട്ടുകാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഹസ്ബൻഡ് ഒന്ന് ചോദിക്കുകയാണേ, അയ്യോ അല്ല, ശ്രുതി മാഡത്തിന്റെ ഹസ്ബൻഡാണ് വന്നിരിക്കുന്നതെന്ന് പറയുകയാണേ. അതേസമയം ശ്രുതി ആണെന്നുണ്ടെങ്കിൽ പേര് മാറ്റിയത് കാണുന്നുണ്ട് കേട്ടോ. അമ്മയുടെ പേരല്ലല്ലോ ഇപ്പോൾ എന്നുള്ള കാര്യം ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സ്റ്റാഫിന്റെ അടുത്താണെന്നുണ്ടെങ്കിൽ ശ്രുതി കാഷ്വലായിട്ട് പറയുന്നത് പോലെ ഇപ്പൊ വരാന്നുള്ള കാര്യം പറഞ്ഞേക്കെന്ന് പറയുകയാണേ. ഇത് കേൾക്കുമ്പോൾ മീര, നീ എന്താടി സാധാരണ പോലെ പറയുന്നത്? ശ്രുതി വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതന്നെയല്ലേ സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞിട്ട് പോയത്. നിനക്ക് എന്താടി പറ്റിയത്? കടയുടെ പേര് മാറ്റിയതുള്ള കാര്യം അവൻ കാണില്ലെന്ന് ചോദിക്കണേ. അപ്പോഴേക്ക് ശ്രുതിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട്. റിയാക്ഷൻ കൊടുക്കാതെ നീ വേഗം ചെല്ലാൻ നോക്കുന്നത് ശ്രുതിയുടെ അടുത്ത് മീര പറയാണ്. അങ്ങനെ ഓടിപ്പടച്ചിട്ട് ശ്രുതിക്ക് അരികിലേക്ക് ചെല്ലുന്നുണ്ട്. ശ്രുതി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും, എന്താ ശ്രുതി, ഇത് അമ്മയുടെ പേരിലല്ലായിരുന്നോ ഈ കട ഉണ്ടായിരുന്നത്? ഇപ്പൊ എന്താ പേര് മാറ്റിയത്? അതൊന്നുമില്ല ശ്രുതി, ആന്റിയുടെ പേര് അത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെള്ളം കുടിക്കുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതി. അതാ ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചത് അമ്മയുടെ പേര് എവിടെയെന്ന്. അപ്പോഴേക്കും മീര, അതൊന്നുമില്ല, പേര് റിപ്പയർ ചെയ്യാൻ വേണ്ടി കൊടുത്തതെന്ന് പറയണേ. എന്താ പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ബോർഡ് റിപ്പയർ ചെയ്യാൻ വേണ്ടി കൊടുത്തതാണ്, അപ്പൊ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? അമ്മയുടെ പേരെവിടെ? ഒന്നുമില്ല ശ്രുതി, നീ ഉള്ളിലേക്ക് വാ, ഞാൻ പറയാന്ന് പറയുമ്പോ ഇവിടെ നിന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിക്കണേ. അപ്പൊ അവിടെ സ്റ്റാഫ് ഒക്കെ ഉണ്ടല്ലോ. ശ്രുതി വാ, ഞാൻ പറയാം. എന്നിട്ട് ശ്രുതിയും കൂട്ടിയിട്ട് ഉള്ളിലേക്ക് ചെല്ലുവാണേ ശ്രുതി. ശ്രുതി എന്ന് നല്ല സോപ്പിട്ടൊക്കെ വിളിക്കാൻ വേണ്ടി ശ്രുതി ശ്രമിക്കുന്നുണ്ടെങ്കിലും കയ്യങ്ങ് മാറ്റിയിട്ട്, എന്തിനാ അമ്മയുടെ പേര് മാറ്റിയത്? നീ എന്റെ അടുത്ത് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. ഞാനൊരു സർപ്രൈസ് ആയിട്ടൊന്ന് പറയാന്ന് വിചാരിച്ചാന്ന് പറയുന്ന സമയത്ത് സർപ്രൈസ് ആയിട്ട് പേര് മാറ്റുന്നോ? ഇതിൽ എന്ത് സർപ്രൈസാ ഉള്ളത്? എനിക്ക് ശരിക്കും ഇതൊരു ഷോക്കിംഗ് ആണ്. അമ്മയുടെ പേരിൽ നീ പാർലർ വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അമ്മ എത്ര അഭിമാനത്തോടു കൂടിയാ പറയുന്നത് അറിയും. എന്നാ നീ എന്താ ശ്രുതി ഇങ്ങനെ ചെയ്തത്? കുറച്ചു നാൾ മുമ്പ് ഗ്രീൻ ബ്രാൻഡ് എന്ന് പറയുന്ന വലിയൊരു ബ്രാൻഡ് എന്നെ വന്നിട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഫീൽഡിൽ ഞാൻ ഭയങ്കരമായിട്ട് പെട്ടെന്ന് തന്നെ മുന്നേറുന്നുണ്ടെന്ന്. മൊത്തം ഫീൽഡും ഇപ്പൊ എന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ശ്രുതിയുടെ സംസാരം കേൾക്കുമ്പോൾ മീര പറയുന്നുണ്ട്, എടി പാപി എന്നേ. അപ്പോഴേക്കും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ നോക്കി പേടിപ്പിക്കുന്നുണ്ട്. എടി പാപി, നീ ഇത്രയും പെട്ടെന്ന് തന്നെ വളർന്നല്ലോ എന്നുള്ള രീതിയിൽ എല്ലാവരും ആശ്ചര്യപ്പെടുന്നു. കേട്ടില്ലേ? അതുപോലെ തന്നെ ഈ ഗ്രീൻ ബ്രാൻഡ് ഉണ്ടല്ലോ, നമ്മുടെ ബ്രാൻഡുമായിട്ട് ബർജ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഫ്രാഞ്ചൈസിക്ക് കൊടുത്തോ? പാർലർ ഇപ്പൊ നമ്മുടെ കയ്യിലില്ലേ എന്നുള്ള കാര്യം സൂചിപ്പിക്കുമ്പോൾ അങ്ങനെയല്ല, ഞാനും അതിലൊരു പാർട്ട്ണർ ആണെന്ന് പറയണേ. അപ്പോഴേക്കും മീര, ആണോ എന്ന് ചോദിക്കണേ. അതെ അതെ, അങ്ങനെ തന്നെയാണ്, പാർട്ട്ണർ ആണെന്നുള്ള കാര്യം പറയണേ മീര ശ്രുതിയുടെ നോട്ടം കാണുമ്പോഴേക്കും. എന്നിട്ട് ഇത്രയും നാളായിട്ട് നീ എന്താ എന്റെ അടുത്ത് പറയേണ്ടിരുന്നെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് ദിവസമായിട്ട് നമുക്കിടയിൽ ഓരോരോ പ്രശ്നങ്ങളായിരുന്നല്ലോ, അതുകൊണ്ട് പറയാൻ വേണ്ടി പറ്റിയില്ല എന്നൊക്കെ പറയണേ. ഇങ്ങനെ ഫ്രാഞ്ചൈസിക്ക് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് എന്താ ഗുണം എന്ന് ചോദിക്കുകയാണെ ശ്രുതി. ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. ഈ ഗ്രീൻ ബ്രാൻഡിന് ഭയങ്കര പോപ്പുലാരിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ക്ലയൻസ് വരും. നമുക്കതുകൊണ്ട് പ്രോഫിറ്റ് കൂടുതലായിട്ട് കിട്ടും. അപ്പൊ നല്ല പ്രോഫിറ്റ് വരുമല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ മീര പറയുന്നുണ്ട്, അതെ, ഓണർക്ക് നല്ല പ്രോഫിറ്റ് വരും. ഓണർ നീയല്ലേ ശ്രുതി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ, ഞാൻ തന്നെയാണ് ഓണർ. ഞാൻ മാത്രമല്ല, വേറൊരു മാഡം ഉണ്ട്, ആ മാഡം ഓണർ തന്നെയാണ്. ഞങ്ങൾ രണ്ടുപേർക്ക് നല്ല പ്രോഫിറ്റ് വരുന്നുള്ള കാര്യം പറയുമ്പോൾ അത് നല്ല കാര്യമല്ലേ ശ്രുതി? അതെ ശ്രുതി, അതുകൊണ്ടാണ് ഞാൻ ഫ്രാഞ്ചൈസിക്ക് കൊടുത്തത്. നമുക്കും ഫ്യൂച്ചറിൽ ഒരുപാട് സെയിൽസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആന്റണിക്കാണെന്നുണ്ടെങ്കിൽ മന്ത്ലി ഞാൻ പോക്കറ്റ് മണി കൊടുക്കുന്നുണ്ടല്ലോ. എന്തായാലും കേൾക്കുമ്പോൾ നല്ല ഇതുണ്ടെന്നുള്ള കാര്യം ശ്രുതി പറയുന്ന സമയത്ത് മീര കമന്റ് അടിക്കുന്നുണ്ട് കേട്ടോ. എന്താ പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അല്ല, കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വന്നില്ല എന്ന് പറയായിരുന്നു. എപ്പോ നോക്കിയാലും തിന്നുന്ന കാര്യം മാത്രമല്ലേ ഉള്ളൂ നിനക്ക് എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്നുണ്ട്. എന്തായാലും ശ്രുതി, നീ ചെയ്തത് നല്ലത് തന്നെയാണ്. നമുക്ക് ഭാവിയിൽ പ്രോഫിറ്റ് കൂടുതൽ വന്നാൽ മാത്രമല്ലേ എന്തെങ്കിലും ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതേ ശ്രുതി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ആന്റിയുടെ പേര് മാറ്റുക എന്നുള്ള കാര്യം എനിക്കും കുറച്ച് വിഷമമുള്ള കാര്യമായിരുന്നു. പക്ഷേ ബിസിനസ്സിന് ഇതല്ലേ നല്ലത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എന്തായാലും നീ ചെയ്തത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ നിനക്ക് എന്റെ അടുത്ത് പറഞ്ഞിട്ട് ചെയ്യായിരുന്നു. ശരി, എന്തായാലും ഞാൻ പോട്ടെ എന്നുള്ള കാര്യം പറഞ്ഞ് പോകുന്ന സമയത്ത് അല്ല ശ്രുതി എന്തിനാ വന്നതെന്നുള്ള കാര്യം പറഞ്ഞില്ലല്ലോ. ചുമ്മാ ഇതുവഴി പോയപ്പോ നിന്നെ കണ്ടിട്ട് പോവാന്നുള്ള കാര്യം വിചാരിച്ചു. എന്തായാലും വീട്ടിൽ പോയിട്ട് ആദ്യം തന്നെ ഈ കാര്യം പറയട്ടെ എന്ന് പറയണേ. ഹാവു, സമാധാനം, ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു.
എന്നുള്ള കാര്യം പറഞ്ഞ് സമാധാനിച്ച് നിൽക്കുവാണ് കേട്ടോ ശ്രുതി. അപ്പോഴേക്കും എവിടെ രക്ഷപ്പെട്ടെന്നാടി നീ പറയുന്നത്? അവൻ വീട്ടിലേക്ക് പോയിട്ട് പറയാൻ വേണ്ടി പോവാന്നല്ലേ പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ആകെ ടെൻഷനാവാണേ. അതേടി, എന്റെ ആന്റി ആണെന്നുണ്ടെങ്കിൽ അവരുടെ പേരിലാണ് പാർലർ ഉള്ളതെന്നുള്ള കാര്യം വിചാരിച്ചിട്ട് പെരുമ പറഞ്ഞുകൊണ്ട് നടക്കുവാണ്. ശ്രുതി അത് വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും എന്നുള്ള കാര്യം പറയണേ. എന്തായാലും നീ പാർലർ നോക്ക്, ഞാൻ വീട്ടിലൊന്ന് പോയിട്ട് എന്തെങ്കിലും പറഞ്ഞു ഒപ്പിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് പോവാണേ. അത് കഴിഞ്ഞ് നമ്മുടെ രേവതിയാണ് കേട്ടോ കാണിക്കുന്നത്. രേവതി കാറ് മേടിക്കാൻ വേണ്ടിയിട്ട് അഡ്വാൻസ് തുകയൊക്കെ കൊടുത്ത് പേപ്പറും കാര്യങ്ങളെല്ലാം ശരിയാക്കി കേട്ടോ. ബാക്കി കാര്യങ്ങളെല്ലാം നാളത്തേക്ക് റെഡിയാക്കാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ പോകുന്നതിന് മുമ്പായിട്ട് രേവതി ആ കാർ ഒന്നുകൂടി പോയി നോക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഒരു വിധത്തിൽ രേവതി മേടിക്കാൻ വേണ്ടി പറ്റില്ലേ, സന്തോഷമായില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേ സന്തോഷം തന്നെയാണ്. എനിക്ക് ഒരു കാര്യം തോന്നുന്നുണ്ട്, സച്ചേട്ടൻ്റെ അടുത്ത് ഈ കാറൊന്നും വന്ന് നോക്കാൻ വേണ്ടി പറയുമെന്ന് ചോദിക്കുകയാണ്. അവൻ അറിയാതെ കാറ് സർപ്രൈസ് ആയിട്ട് കൊടുക്കാന്ന് നീ പറഞ്ഞത്. അതെ, പക്ഷേ വേറെ ആർക്കെങ്കിലും വാങ്ങിക്കാൻ വേണ്ടിയിട്ടായെന്ന് പറഞ്ഞിട്ട് നോക്കാൻ മതി. സച്ചിയാണെങ്കിൽ 1000 ചോദ്യങ്ങൾ ചോദിക്കുന്നു പറയുന്നുണ്ട്. വേറെ ആർക്കെങ്കിലും മേടിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ കാറ് നിന്ന് ഓടിച്ചു നോക്കാനൊക്കെ പറഞ്ഞിട്ട് സച്ചിയേട്ടനെ കൊണ്ടുവന്നാൽ മതി എന്ന് പറയണേ. നീ അങ്ങനെയാണല്ലേ ഉദ്ദേശിച്ചത്? മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്ന കാര്യമാകുമ്പോൾ സച്ചി ഓടി വരുമല്ലോ. സച്ചിയേട്ടൻ്റെ അടുത്ത് വന്നിട്ട് ഒന്ന് ഓടിച്ചു നോക്കാൻ വേണ്ടി പറ. എല്ലാം നോക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ സൈൻ ചെയ്തിട്ട് കാർ എടുക്കാമല്ലോ. ചുറ്റി വളഞ്ഞ് മൂക്ക് പിടിക്കുന്നതിനേക്കാൾ നല്ലത് നേരിട്ട് പിടിക്കുന്നതല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആരുടെ മൂക്കെന്ന് ചോദിക്കുകയാണേ. നീയും സച്ചിയെ പോലെ സംസാരിക്കല്ലേ, നേരിട്ട് സച്ചിയുടെ അടുത്ത് കാര്യം പറഞ്ഞാൽ പോരെന്ന് ചോദിക്കുമ്പോൾ കാറ് വാങ്ങുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴേക്കും സച്ചിയേട്ടൻ പറയും ആ പൈസ നിന്റെ കയ്യിൽ വെച്ചോ, നിനക്ക് സ്വർണം മേടിച്ചോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവരെ കുറിച്ച് ഒരിക്കലും അവർ ചിന്തിക്കും. കാർ ഓടിച്ചോണ്ടിരുന്ന ആള് ഇപ്പൊ ഓട്ടോ ഓടിച്ചോണ്ടിരിക്കുകയാണ്. അതിൽ ഗൗരവക്കുറച്ചിലൊന്നുമില്ല, പക്ഷെ അവർക്ക് മനസ്സിനൊരു വിഷമം ഉണ്ടാവുമല്ലോ. പുതിയ കാറൊന്നും മേടിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റില്ല, പക്ഷെ എന്തായാലും സച്ചിയേട്ടന് ഇഷ്ടപ്പെട്ട വാഹനം വാങ്ങിച്ചു കൊടുക്കാമല്ലോ. ശരി, ഞാൻ കൂട്ടിക്കൊണ്ടുവന്നോളാം, പോവാ എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പോവാണേ. തുടർന്ന് നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് എത്തിയിട്ടോ. എന്നിട്ട് എല്ലാവരും വിളിക്കുകയാണേ. അങ്ങനെ ചന്ദ്രമതിയും രവിയും അതുപോലെ സച്ചിൻ രേവതി മാത്രമേ ഉള്ളൂ കേട്ടോ. ശ്രുതി വർഷയും ചിരികാന്തിന്റെയും കാര്യം ചോദിക്കുന്ന സമയത്ത് അവർ ജോലിക്ക് പോയി എന്നുള്ള കാര്യം പറയുകയാണേ. ജോലിക്ക് പോയ കാര്യത്തെക്കുറിച്ച് അച്ഛ എന്തിനാ ഇവരുടെ അടുത്ത് സംസാരിക്കുന്നതെന്ന് സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്രമതി, വീടടാ അവന്റെ കാര്യം, നീ എന്ത് പറയാനാ വന്നത്? എല്ലാവരുടെ അടുത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ ഞാൻ വന്നത്. എന്താ കാനഡയിൽ ജോലി കിട്ടിയതുപോലെ ഇപ്പൊ അമേരിക്കയിൽ കിട്ടിയോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ സച്ചി. ഇരുന്നിടത്തുനിന്ന് ഈ ലോകം മൊത്തം ചുറ്റുന്ന ഒരേ ഒരുത്തന്നെ നീ മാത്രമായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് സച്ചി കളിയാക്കുന്നുണ്ട്. രവിയേട്ട അവന്റെ അടുത്ത് മിണ്ടാതിരിക്കാൻ വേണ്ടി പറ, ശ്രുതി എന്തോ പറയാൻ വരുന്നുണ്ട്, നീ പറയടാ എന്നുള്ള കാര്യം ശ്രുതിയുടെ അടുത്ത് രവി പറയുമ്പോ അമ്മേ ശ്രുതി എന്താ ചെയ്തെന്നുള്ള കാര്യം അറിയാം. എന്താ പൗഡർ എടുത്ത് നിന്റെ കയ്യിൽ നിന്ന് പണം എടുത്തോണ്ട് പോയോ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ സച്ചി. അതിന് എടുത്തോണ്ട് പോകാൻ വേണ്ടി നിന്റെ കയ്യിൽ പണമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോഴേ സച്ചി പറയുന്നുണ്ട് അവര് സംസാരിക്കാൻ വേണ്ടി സച്ചിയേട്ടാ എന്നുള്ള കാര്യം. അപ്പോഴേക്ക് രവി, എന്താടാ നീ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത്, എന്താന്ന് വെച്ചാൽ പറഞ്ഞങ്ങ് ഉടക്കി. ശ്രുതി പാർലർ ഫ്രാഞ്ചൈസിക്ക് കൊടുത്തു. ഈ കാര്യം നമ്മുടെ സച്ചിക്കും അതുപോലെ തന്നെ രവിക്കും നേരത്തെ അറിയുന്നത് കൊണ്ട് അവർക്ക് വലിയ ഷോക്കായിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ. പക്ഷെ ചന്ദ്രമതിക്ക് കാര്യം മനസ്സിലാവുന്നില്ല. അങ്ങനെ വെച്ചാൽ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വലിയൊരു പാർലർ ബ്രാൻഡുമായിട്ട് ശ്രുതിയുടെ പാർലർ ചേർത്തു എന്ന് പറയുകയാണേ. ഗ്രീൻ ബ്രാൻഡ് എന്ന് പറയുന്ന വലിയൊരു പാർലർ വെച്ചിരിക്കുന്ന കമ്പനിയുണ്ട്, അവരുമായിട്ട് ചേർന്നിട്ടാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് അങ്ങനെയാകുമ്പോൾ കടയുടെ പേര് മാറില്ല എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് അതെ അച്ഛ, ഇപ്പൊ അമ്മയുടെ പേരിൽ കടയില്ല. ഇത് കേൾക്കുന്ന സമയത്ത് ചന്ദ്രമതിക്ക് ഒരു വെടിയുണ്ട ചങ്ക് തറച്ചതുപോലെയാണ് കേട്ടോ തോന്നുന്നത്. അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് കേട്ടോ. സച്ചി നമ്മുടെ ചന്ദ്രയുടെ മുഖം നന്നായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതി വരുന്നത് കണ്ടിട്ട് ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് എല്ലാവരും ചന്ദ്രമതി ഇപ്പൊ എങ്ങോട്ടാ നോക്കുന്നതെന്നുള്ള രീതിയിൽ നോക്കുന്നത്. സച്ചി നോക്കുമ്പോൾ അവിടെ ശ്രുതി നിപ്പുണ്ട്. ശ്രുതിയാണെങ്കിൽ ശ്രുതിയെ കാണുന്ന സമയത്ത് വാ ശ്രുതി, വേഗം കയറി വാ ശ്രുതി എന്ന് വലിയ ആളെ വിളിച്ചിങ്ങനെ കയറ്റുന്ന പോലെ ഇങ്ങനെ വലിയ ആളെ പോലെ ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോഴാണ് അമ്മയുടെ അടുത്ത കാര്യത്തെ കുറിച്ച് പറഞ്ഞത്. ശ്രുതി വന്നിട്ട് ശ്രുതിക്ക് അരികിൽ ഇരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി പറഞ്ഞത്, കടയുടെ പേരെന്തോ മാറിയ കാര്യത്തെ കുറിച്ച്? അതെ ആന്റി, ഞാന് ആന്റിയുടെ അടുത്ത് പറയണമെന്നാണ് വിചാരിച്ചത്. അപ്പോഴേക്കും ശ്രുതി വന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് കേട്ടോ അമ്മേ, വലിയ കാര്യമാണ്, ഇങ്ങനെ നമ്മൾ ഫ്രാഞ്ചൈസിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് കിട്ടും. അപ്പോഴും ചന്ദ്രമതിയുടെ മുഖത്ത് അത്ര വലിയ തെളിച്ചൊന്നുമില്ല കേട്ടോ. അപ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട് ഇത് എപ്പോഴാണ് നടന്നതെന്നുള്ള കാര്യം. ഇപ്പൊ കുറച്ച് ദിവസമായി ആന്റി എന്നുള്ള കാര്യം ശ്രുതി ചന്ദ്രമതിയോട് പറയുന്ന രീതിയിലാണ് പറയുന്നത്. അതിനിടയ്ക്ക് രവി സച്ചിയുടെ അടുത്ത് ഇങ്ങനെ കണ്ണോട് കാണിക്കുന്നുണ്ട് കേട്ടോ, പറയുന്നത് നോക്കുന്നുള്ള രീതിയിൽ. അമ്മേ, ഞാനും വിചാരിച്ചു പെട്ടെന്ന് തന്നെ എന്താ ഇങ്ങനെ മാറ്റി എന്നുള്ള കാര്യത്തെ കുറിച്ച്. പക്ഷെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അമ്മ ഒരുപാട് കസ്റ്റമേഴ്സ് വരും, അതമ്മേ നമുക്ക് നല്ല കാര്യമല്ലേ. അപ്പോ അമ്മയുടെ പേരിൽ പാർലർ ഇല്ല, ചന്ദ്ര ബ്യൂട്ടി വേൾഡ് ആ ബോർഡ് എടുത്തു കളഞ്ഞു അല്ലേ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുകയാണെ. അച്ഛ, അപ്പൊ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് രേവതിയുടെ പൂക്കട മാത്രമേ അമ്മയുടെ പേരിലുള്ളൂ. ശരി, അത് വിട്, എന്തായാലും അതെങ്കിലും ഉണ്ടല്ലോ ചന്ദ്രയുടെ പേരില്.
രേവതി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീയും വലിയ ഏതെങ്കിലും കമ്പനിക്ക് നമ്മുടെ കട ഫ്രാഞ്ചൈസിക്ക് കൊടുത്തേക്ക്. അതൊന്നും വേണ്ട സച്ചിയേട്ടാ, നമ്മുടെ കടയ്ക്ക് എപ്പോഴും അമ്മയുടെ പേര് തന്നെ ആയിരിക്കണം. അത് ഞാൻ ഒരിക്കലും മാറ്റില്ല. ഇതെല്ലാം രേവതി പറഞ്ഞത് കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്രമതിക്ക് കാലി തുള്ളിയിട്ട് ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ശ്രുതിക്കാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി എങ്ങനെയെങ്കിലും പറഞ്ഞ് ഒപ്പിക്കണല്ലോ. ഞാൻ ആന്റിയുടെ പേര് മാറ്റണമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പക്ഷേ ഫ്രാഞ്ചൈസിക്ക് കൊടുക്കുന്ന സമയത്ത് പേര് മാറ്റിയേ പറ്റുള്ളൂ. ഒരുപാട് പ്രോഫിറ്റ് കിട്ടുന്ന സമയത്ത് പഴയതുപോലെ തന്നെ വേറൊരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിട്ട് ആന്റിയുടെ പേര് തന്നെയാണ് വെക്കാൻ പോകുന്നത്. ആന്റിയുടെ പേരിൽ ഇനിയും ഒരുപാട് ബ്രാഞ്ച് ഓപ്പൺ ആക്കിയിട്ട് ആന്റിയുടെ പേര് വലിയൊരു ബ്രാൻഡായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നതെന്നൊക്കെ പറയാണ് ശ്രുതി. അങ്ങനെ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മുടെ ശ്രുതിയെ ഒന്നും പറയണ്ടെന്നുള്ള രീതിയിൽ ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ. എനിക്കറിയാം ശ്രുതി, നീ എന്ത് ചെയ്യുമ്പോഴും ഒരു ഐഡിയ പരമായിട്ടാണ് ചെയ്യുന്നുള്ള കാര്യം. ശ്രുതിയെ പോലെ തന്നെ നിനക്കും നല്ല ബിസിനസ് മൈൻഡാണ്. അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചിന്തിച്ചത്. ഇത് നല്ല കാര്യമല്ലേ? അതെ അമ്മേ, വലിയ വലിയ ബ്രാൻഡുമായിട്ട് നമ്മൾ ടൈപ്പ് വെക്കുന്നത് നമുക്ക് നല്ലതാണ് ശ്രുതി. ആന്റി, ഇത് ഞാൻ ആന്റിയുടെ അടുത്ത് സർപ്രൈസ് ആയിട്ട് പറയണമെന്നാ വിചാരിച്ചത്. പക്ഷെ അതിനു മുമ്പായിട്ട് ശ്രുതി വന്നിട്ട് പറഞ്ഞു, കുഴപ്പമില്ല, അതിനെന്താ ഇപ്പൊ ശ്രുതി, എന്റെ പേരില് ആദ്യം കട ആരംഭിച്ചത് നീ അല്ലേ എന്ന് ചോദിക്കുകയാണെ ശ്രുതിയുടെ അടുത്ത്. എനിക്ക് എപ്പോഴും അതിന്റെ പേരില് അഭിമാനം തന്നെയാണ്. മറ്റവര് അത് കണ്ടിട്ട് ചുമ്മാ വെറുതെ ഓരോന്ന് പറയുന്നൊക്കെ പറയുമ്പോഴേക്കും, അച്ഛാ ഞങ്ങളെ കുറിച്ചാ പറയുന്നത് സച്ചിയെ, എനിക്കറിയാടാ. ഇപ്പൊ എന്റെ പേരില്ലെങ്കിൽ എന്താ കുഴപ്പം? പാർലർ നന്നായിട്ട് പോകുന്നുണ്ടല്ലോ, നിനക്ക് പ്രോഫിറ്റ് വരില്ലേ? ഇത് കേൾക്കുമ്പോൾ ശ്രുതി വിചാരിക്കുന്നത് ചന്ദ്രമതി വലിയ കുഴപ്പമൊന്നുമില്ല, ഹാപ്പിയാണ്. ഓക്കെ, താങ്ക് യു ആന്റി എന്ന് പറയാണ് കേട്ടോ. നീ പോയിട്ട് ഫ്രഷപ്പ് ആയിട്ട് വാ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് പറഞ്ഞു വിടുവാണേ. കാരണം രേവതിയുടെയും സച്ചിയുടെയും മുമ്പിൽ തലകുനിക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ ചന്ദ്രമതിക്ക്, ആ ഒറ്റ പേരിൽ കേട്ടോ. പക്ഷെ ശ്രുതിക്കുള്ള വടയും പരിപ്പും മനസ്സിൽ വെച്ചിട്ട് തന്നെയാണ് ചന്ദ്രമതി റൂമിലേക്ക് പോകുന്നത്. ചന്ദ്രമതിയുടെ പോക്ക് കാണുമ്പോൾ എന്തൊക്കെയോ പന്തികേടുണ്ട് കേട്ടോ. പക്ഷെ രേവതി പറയുന്നുണ്ട്, അല്ല അമ്മ ദേഷ്യപ്പെടുന്നുള്ള കാര്യമാണല്ലോ ഞാൻ വിചാരിച്ചത്. പക്ഷെ അമ്മ അത് കാഷ്വലായിട്ട് എടുത്തല്ലോ എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ, നിനക്ക് അമ്മയെ കുറിച്ചിട്ട് ശരിക്കും അറിയില്ല. അമ്മ ഉള്ളിൽ ദേഷ്യമാണെന്നുണ്ടെങ്കിലും പണക്കാരി മൗര്യമകളെ വിട്ടുകൊടുക്കാതെ സംസാരിച്ചിട്ട് പോയതാണ്. നമ്മൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നോക്കുന്നതെന്ന് പറയുമ്പോഴേക്കും രേവതി അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. നേരെ ചെന്നിട്ട് രവിക്ക് അരികിലേക്ക് ഇരിക്കണ്ടേ സച്ചി. എല്ലാം അച്ഛൻ കാരണമാണെന്നുള്ള കാര്യം പറയുമ്പോൾ, എടാ ഞാൻ എന്ത് ചെയ്തു എന്നാ? അന്നേ നമ്മൾ ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് വേറൊരു ലഹളയായിട്ട് മാറുമായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, പൗഡർ എടുത്ത് രക്ഷപ്പെട്ടു. എടാ പറയാതിരുന്നത് നന്നായില്ലേടാ. ഇപ്പൊ ചന്ദ്രയ്ക്ക് കാര്യം അറിഞ്ഞിട്ടും ഒന്നും നടക്കാണ്ട പോയില്ലേ? നിന്റെ അമ്മ സന്തോഷമായിട്ടല്ലേ പോയത്? അത് തന്നെയാണ് അച്ഛ എനിക്കും ഡൗട്ടായി തോന്നുന്നത്. അമ്മ അങ്ങനെ വിചാരിക്കുന്ന ആളല്ലല്ലോ, അതാണ് എനിക്ക് ഡൗട്ട് എന്നുള്ള കാര്യം പറയുമ്പോൾ, ഇത്രയും വർഷമായിട്ട് അവളുടെ കൂടെ ജീവിച്ചിട്ട് എനിക്ക് തന്നെ അവളുടെ സ്വഭാവം മനസ്സിലായിട്ടില്ല. അവൾ ഏത് നേരത്തെ എന്താ ചെയ്യാന്നുള്ള കാര്യം ആർക്കും അറിയില്ല. അത് കഴിഞ്ഞ് ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ റൂമിൽ ഇങ്ങനെ കല്ല് പിടിച്ചിങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതി കാഷ്വലായിട്ട് ഇങ്ങനെ വന്ന് പറയുന്ന രീതിയിൽ, ആന്റി ഞാൻ ഇത് മുന്നേ ആന്റിയുടെ അടുത്ത് ഈ കാര്യത്തെ കുറിച്ച് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും ശ്രുതിയുടെ അടുത്ത് കഥ കടയ്ക്കാൻ വേണ്ടി പറയാണേ. അങ്ങനെ ശ്രുതി കഥ കടയ്ക്കുന്നുണ്ട്. ആന്റിക്ക് എന്നോട് എന്തെങ്കിലും എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും, ഞാൻ നിന്റെ അടുത്ത് ദേഷ്യത്തിലാണുള്ളത്. അല്ല ആന്റി എന്നൊക്കെ പറയുമ്പോഴേക്കും, നീ എന്താ പറയാൻ വേണ്ടി പോകുന്നത്? നീ പറയുന്നതെല്ലാം കേട്ടിട്ട് ഞാൻ പല്ലും കാട്ടി ചിരിച്ചോണ്ടിരിക്കുന്നത് നീ വിചാരിച്ചോ? നീ എന്താ നിന്റെ മനസ്സിൽ വിചാരിച്ചോണ്ടിരിക്കുന്നത്? ആരോട് ചോദിച്ചിട്ടാണ് എന്റെ പേര് മാറ്റിയത്? അത് ആന്റി ഫ്രാഞ്ചൈസിക്ക് കൊടുക്കുന്ന സമയത്ത് എന്ന് പറയുമ്പോ അത് എന്ത് തേങ്ങാക്കൊല്ലെങ്കിലാവട്ടെ, എന്റെ അടുത്ത് ചോദിക്കാതെ നീ എന്തിനാ പേര് മാറ്റിയത്? ആ പാർലർ നീ എങ്ങനെയാ മേടിച്ചെന്നുള്ള കാര്യം മറന്നോ? അതിനു മുമ്പ് നീ വീട്ടിൽ കയറിങ്ങാണ്ട് മസാജ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. നീ ആഗ്രഹിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്റെ വീടിന്റെ ആധാരം പണയം വെച്ചിട്ടാണ് നിനക്ക് കട ഞാൻ മേടിച്ചു തന്നത്. എന്റെ അടുത്ത് ഒരു വാക്ക് പോലും പറയാതെ നീ ഇത് ചെയ്തില്ലേ? അത് ആന്റി നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും എന്ന് പറഞ്ഞിട്ട് കാലുതുള്ളി അങ്ങ് എണീക്കാണ് കേട്ടോ. അത് എന്തെങ്കിലും ആവട്ടെ, എന്റെ അടുത്ത് ചോദിക്കാതെ നീ എങ്ങനെ ഒരു തീരുമാനം എടുക്കുക? അത് എന്റെ ആധാരം പണയം വെച്ചുകൊണ്ട് മേടിച്ച കടയാണ്. അതിൽ എന്റെ പേരാ ഉള്ളതെന്നുള്ള കാര്യം ഞാൻ വളരെ അഭിമാനത്തോടു കൂടിയാ പറഞ്ഞത്. നീ എന്താ നിന്റെ കടയിലെ മുടി വിട്ട് എറിയുന്നത് മാതിരി എന്റെ പേര് വെട്ടി എറിഞ്ഞല്ലേ? ഞാൻ ആധാരം പണയം വെച്ചിട്ട് പണം തന്നിട്ടില്ലായിരുന്നെങ്കിൽ നിനക്ക് സ്വന്തമായിട്ട് പാർലർ വെക്കാൻ വേണ്ടി പറ്റുമായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് കൈ ചൂണ്ടാണ് കേട്ടോ നമ്മുടെ ശ്രുതിക്ക് നേരെ. അങ്ങനെ ചന്ദ്രമതി ആണെങ്കിൽ നമ്മുടെ ശ്രുതിയെ കാലേ വരെ അടിക്കുന്നത് പോലെയാണ് കേട്ടോ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. അതും ശ്രുതിക്ക് നേരെ കൈ ഓങ്ങുന്നൊക്കെ ഉണ്ട്. ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആകെ പേടിച്ച് വിറച്ച് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. ഇനിയിപ്പോ ചന്ദ്രമതിയുടെ ഭാവം എങ്ങനെയായിരിക്കും ശ്രുതിയുടെ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് വഴിയെ വരുന്ന എപ്പിസോഡിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ കമന്റ് ചെയ്യണം.